വേടനെതിരെ ബലാത്സംഗ കേസ്. യുവ ഡോക്ടറുടെ പരാതിയിലാണ് തൃക്കാക്കര പോലീസ് കേസെടുത്തത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാണ് പരാതി. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. നവമി, എന്താണ് ഈ പരാതിയുടെ മറ്റ് വിശദാംശങ്ങൾ? ആര്യ, ഇന്നലെയാണ് തൃക്കാക്കര പോലീസിൽ യുവ ഡോക്ടർ വേടനെതിരെ പരാതി നൽകിയത്. ഈ പരാതിയിൽ പറയുന്നത് 2020-2021 കാലഘട്ടങ്ങളിൽ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഈ യുവ ഡോക്ടർ വേടനെ പരിചയപ്പെടുന്നത്. ആ സമയം മുതൽ തന്നെ വേടൻ ആദ്യം കോഴിക്കോടും പിന്നീട് കൊച്ചിയിലും തൃക്കാക്കര സ്റ്റേഷന്റെ പരിധിയിലുമായി പലയിടങ്ങളിൽ ഫ്ലാറ്റിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. പിന്നീട് ആദ്യത്തെ ബലാത്സംഗ പീഡനം കഴിഞ്ഞതിന് ശേഷം വേടൻ വിവാഹ വാഗ്ദാനം നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് 2023 ആയപ്പോഴേക്കും തന്റെ സ്വഭാവത്തിൽ ചില മോശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വേടനെ വളരെ രീതിയിൽ പോസസീവ് ആണെന്നൊക്കെ ആരോപിച്ചുകൊണ്ട് തന്നെ ഒഴിവാക്കുകയായിരുന്നു എന്ന് കൂടിയാണ് ഈ പരാതിയിൽ പറയുന്നത്. 2023 വരെ വേടൻ പലയിടങ്ങളിൽ, പ്രത്യേകിച്ച് കോഴിക്കോടും എറണാകുളത്തും ഫ്ളാറ്റുകളിലും ഹോട്ടലുകളിലും കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന് കൂടിയാണ് ഈ യുവ ഡോക്ടർ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തൃക്കാക്കര പോലീസ് റാപ്പർ വേടനെതിരെ FIR ഇട്ടുകൊണ്ട് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. IPC 376 ബലാത്സംഗ വകുപ്പ് പ്രകാരമാണ് വേടനെതിരെ കേസെടുത്തിരിക്കുന്നത്. 2020-ലായിരുന്നു ഇരുവരും ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ടത്. പിന്നീട് ആ പരിചയം ഇവർ തമ്മിലൊരു വലിയ സൗഹൃദമായി പോവുകയും പിന്നീട് അത് പ്രണയത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തു. ആ പ്രണയത്തിന് ഇടയിലാണ് വേടൻ പലയിടങ്ങളിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തത് എന്നുകൂടിയാണ് യുവതി പറയുന്നത്. പക്ഷെ പിന്നീട് ആ ഒരു ബന്ധത്തിൽ വേടന് അതൃപ്തി ഉണ്ടായിരുന്നു. തന്റെ സ്വഭാവത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നും താൻ വേടനോട് വളരെ പോസസീവ് ആയിട്ടാണ് സംസാരിക്കുന്നത്, തന്റെ സ്നേഹം വേടൻ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് തന്നെ ഒഴിവാക്കുകയായിരുന്നു എന്നുകൂടി യുവ ഡോക്ടർ ഇന്നലെ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന വകുപ്പ് പ്രകാരം, ബലാത്സംഗം ചെയ്തു എന്ന വകുപ്പ് പ്രകാരം യുവതിയുടെ പരാതിയിൽ, യുവ ഡോക്ടറുടെ പരാതിയിൽ വേടനെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ തൃക്കാക്കര പോലീസാണ് ഈ വേടനെതിരായിട്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇനി എന്തായിരിക്കും പോലീസിന്റെ തുടർ നടപടികൾ എന്നാണ് ഇനി കാണേണ്ടത്. നമുക്കറിയാം, ഈ അടുത്ത കാലത്തായി വേടനെതിരെ ആദ്യം ഒരു കഞ്ചാവ് കേസ് വരുന്നു. അതിന് പിന്നാലെ പുൽപ്പള്ളി കേസ് വനംവകുപ്പിന്റെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. പിന്നീട് അത് വേടനെ വിട്ടയക്കുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ പോകുന്നു. വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയായിരുന്നു വേടൻ. അതിനിടയിലാണ് വീണ്ടും ഒരു ബലാത്സംഗ കേസ് കൂടി വേടനെതിരെ രജിസ്റ്റർ ചെയ്യുന്നത്. ആഘോഷങ്ങൾക്കൊപ്പം തന്നെ വിവാദങ്ങളും വേടനെ വിട്ട് ഒഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല എന്നതാണ് സാഹചര്യം. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നടന്ന വാർത്താ വിവാദങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ നവമി. അതിനപ്പുറം ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന തരത്തിലൊരു പരാതി കൂടി വരുമ്പോൾ നമുക്കറിയാം, ഒരു 2 വർഷം മുമ്പൊക്കെ ആയിരിക്കാം ഒരു മീറ്റു ആരോപണങ്ങൾ ഇത്തരത്തിൽ നിരവധി സ്ത്രീകൾ വേടനെതിരെ ഉന്നയിക്കുന്ന, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അതിന് പിന്നാലെ വേടൻ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അത് എനിക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്, ഞാനതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു, മാപ്പ് ചോദിക്കുന്നു എന്ന തരത്തിൽ വേടൻ തന്നെ അത് അംഗീകരിക്കുകയും മറ്റൊരു പുതിയ മനുഷ്യനായി തന്നെ മാറാൻ അനുവദിക്കണമെന്ന് സമൂഹത്തോട് ആവശ്യപ്പെടുന്ന വേടനെയൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഈ ഒരു കേസിലേക്ക് എത്തിയാലും ഇത് 2-3 വർഷങ്ങൾ മുമ്പ് നടന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ പരാതിപ്പെടാനുണ്ടായ ഒരു സാഹചര്യം എന്താണ് എന്നത് ഈ യുവതി വ്യക്തമാക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇത്രയും വർഷമായി ഈ പെൺകുട്ടി പരാതി നൽകാത്തതെന്ന് ഇപ്പോഴും ചോദ്യമാകുന്നുണ്ട്. കാരണം 2023-ലാണ് വേടൻ തന്നെ ഒഴിവാക്കിയതെന്ന് കൂടിയാണ് പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും വർഷം കഴിഞ്ഞും വേടനെതിരെ പെൺകുട്ടി പരാതി നൽകാത്തത് എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അത് നമുക്ക് വരും മണിക്കൂറുകളിൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ഇനി എന്തുകൊണ്ടാണ് വേടനെതിരെ ഇപ്പോൾ ഒരു പരാതിയുമായി യുവതി രംഗത്തെത്തിയതെന്ന്. എന്തായാലും IPC വകുപ്പ് പ്രകാരമാണ്. കാരണം ഇത് 2020 മുതൽ 23 വരെ നടന്ന സംഭവമായതിനാൽ IPC വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ പോലീസ് കേസ്
രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇനി എത്രത്തോളമാണ് ഇതിന്റെ നിയമ സാധ്യതയാണ് ഇനി കാണേണ്ടത്. തെളിവടക്കം വേടനെതിരെ തെളിവുകളടക്കം ശേഖരിക്കേണ്ടതുണ്ട്. അതിനൊക്കെ ഏത് രീതിയിലായിരിക്കും ഈ കേസ് നിലനിൽക്കുക എന്നുള്ളതും നമുക്ക് വഴിയെ അറിയാൻ സാധിച്ചുള്ളൂ. എന്തായാലും യുവതി പറയുന്നത് പ്രകാരം ഈ വേടൻ തന്നെ ഒഴിവാക്കിയതിന് പിന്നാലെ തനിക്ക് മാനസികമായി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി, താൻ ഡിപ്രഷന് അടിമപ്പെട്ടിട്ടുണ്ട്, അതിന്റെ രീതിയിലുള്ള ചികിത്സ തേടി വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന സാഹചര്യം, മാനസികമായി തന്നെ വല്ലാതെ തളർത്തുകയും ചെയ്തിരുന്നു. അതിൽ നിന്നെല്ലാം മോചനം ലഭിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു മാനസിക സമ്മർദ്ദത്തിൽ നിന്നൊക്കെ താൻ തിരിച്ച് തന്റെ മാനസിക അവസ്ഥ വീണ്ടെടുത്തതിന് ശേഷമാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയതെന്നാണ് അപ്പോൾ യുവതി പറയുന്നത്. പക്ഷെ ഇതിലൊക്കെ കുറച്ചുകൂടി വ്യക്തത കൈവരേണ്ടതുണ്ട്. ഒപ്പം വേടന്റെയും പ്രതികരണം ലഭിക്കേണ്ടതുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്നാണ് വേടനെതിരെ കേസ് എടുത്തിരിക്കുന്നത്. ഇതിൽ എന്താണ് വേടന് പറയാനുള്ളത്? ഒപ്പം ഈ യുവതി എന്തുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷവും പരാതിയുമായി രംഗത്തെത്തിയത്? അങ്ങനെ പല ചോദ്യങ്ങളും ബാക്കിയായിട്ടുണ്ട്. എന്തായാലും തൃക്കാക്കര പോലീസ് ഇന്ന് പുലർച്ചയോടുകൂടിയാണ് വേടനെതിരെ കേസെടുത്തിരിക്കുന്നത്. യുവ ഡോക്ടർ ഇന്നലെയാണ് വേടനെതിരെ വിവാഹ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ചു എന്നൊരു പരാതി തൃക്കാക്കര പോലീസിന് കൈമാറിയിരിക്കുന്നത്. നവമി, എന്തായാലും ഈ ഇത്രയും വർഷം കഴിഞ്ഞ് ആണല്ലോ പരാതി നൽകിയത് എന്നുള്ള തരത്തിലുള്ള ചില വിമർശനങ്ങളൊക്കെ സമൂഹത്തിൽ നിന്ന് പൊതുവെ ഉണ്ടാകാറുള്ളതാണ്. ഈ കേസിലും സ്വാഭാവികമായി അത് ഉണ്ടാകും. പക്ഷെ അത്തരം ചോദ്യങ്ങൾക്കോ വിമർശനങ്ങൾക്കോ പ്രസക്തിയില്ല എന്നുകൂടി ഒരിക്കൽ കൂടി പറയട്ടെ. അതിനപ്പുറം ഈ FIR ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി വേടനെതിരായ നിയമ നടപടി അത് ഏത് തരത്തിൽ മുന്നോട്ട് പോകും എന്നതിനെക്കുറിച്ച് സൂചനയുണ്ടോ നവമി? ആര്യ, അത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ IPC വകുപ്പുകളാണ് കൃത്യമായിട്ടുള്ള തെളിവുകൾ വേടനെതിരെ ശേഖരിക്കേണ്ടതുണ്ട്. ഇതിനു മുൻപും നമുക്കറിയാം പുലിപ്പള്ളി കേസിലടക്കം എന്തുകൊണ്ടാണ് വേടനെ കുറ്റവിമുക്തനാക്കിയത്, അല്ലെങ്കിൽ കുറ്റവിമുക്തനാക്കിയതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് ജാമ്യം കിട്ടി, പിന്നീട് വനം വകുപ്പിന് തന്നെ ഈ കേസ് ഒരു തിരിച്ചടിയാകുന്നത് തെളിവുകളുടെ അഭാവമാണ്. ഇവിടെയും ഇത്തരത്തിലൊരു പരാതി ലഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പോലീസിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കേണ്ടതുണ്ട്, കൃത്യമായിട്ടുള്ള രേഖകൾ ആവശ്യമുണ്ട്. ഇതെല്ലാം ഇനി വരും മണിക്കൂറിൽ വേടനെ അടക്കം ചോദ്യം ചെയ്യുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ കടക്കും. ഇത്രയും വർഷം കടന്നു കഴിഞ്ഞിരിക്കുന്നതിനാൽ ഏത് രീതിയിലായിരിക്കും പോലീസ് ഇതുമായി മുന്നോട്ട് പോവുക എന്നതാണ് നോക്കി കാണേണ്ടത്. എന്തായാലും 2020 മുതൽ 2023 വരെയാണ് യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി വേടൻ പീഡിപ്പിച്ചത് എന്നാണ് യുവതിയുടെ മൊഴി പ്രകാരം FIR പോലീസ് രജിസ്റ്റർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി തുടർ നടപടികൾ വേടന്റെ ചോദ്യം ചെയ്യലടക്കമുള്ളവ നടക്കേണ്ടതുണ്ട്. ഇത്രയും കാലം പെൺകുട്ടി പരാതിയുമായി വരാത്തതിന്റെ അടിസ്ഥാനം, അതും തനിക്ക് മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടായി. വേടൻ തന്നെ ഒഴിവാക്കിയത് മൂലം തനിക്ക് വളരെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നുകൂടി യുവതി പറയുന്ന സാഹചര്യമുണ്ടായി. അതെല്ലാം പോലീസിന് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. വേടനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എന്തായാലും വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വേടൻ വാർത്തകൾ നിറയുകയാണ്. ആര്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുമ്പും വേടനെതിരെ ഇത്തരത്തിൽ ബലാത്സംഗ പരാതികൾ, പീഡന പരാതികളും ഉയർന്നിരുന്നു. അന്നും വേടൻ അത് കുറ്റസമ്മതം നടത്തുന്ന സാഹചര്യമായിരുന്നു. പിന്നീട് അത് കേസ് പാതി വഴിയിൽ അവസാനിക്കുന്ന ഒരു രീതിയിലേക്ക് മാറി. ഇതെന്തായാലും ഇപ്പോൾ ഈ അതെ, ആ ഘട്ടത്തിൽ നവമി നമ്മൾ ഓർക്കുമ്പോൾ, അതായത് പല ഇത്തരത്തിലുള്ള ആരോപണങ്ങളും മീറ്റു ആരോപണങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. നിയമപരമായിട്ട് മുന്നോട്ട് അത്രത്തോളം പല കേസുകളും മുന്നോട്ട് പോയിട്ടില്ല എന്നതായിരുന്നു സാഹചര്യം. പക്ഷേ ഇത് നിയമക്കുരുക്കിലേക്ക് കൂടി വേടൻ ഈ കേസിൽ എത്തി നിൽക്കുന്നു എന്നതാണ്. ഇനി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് വേടന്റെ മറുപടി എന്താണ് ഈ വിഷയത്തിൽ. വേടൻ